പണ്ടത്തെ ഒരു എന്താ പറയാ ഒത്തൊരുമയുടെയും ഒരു സന്തോഷത്തിന്റെയൊക്കെ ആ ഒരു ഓൾഡ് ലവ്ലി ഫീലിംഗ് എനിക്ക് ഒന്നും കൂടി ഒന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെ അമ്മൂമ്മയ്ക്ക്, എനിക്ക് എൻ്റെ അമ്മൂമ്മേനെ അറിയാലോ, എൻ്റെ അമ്മയുടെ ബ്ലോഗ്സിലൊക്കെ കണ്ട് വളരെ സുപരിചിതമായിരിക്കും. മൈ ഗ്രാൻഡ് പേരൻസ് സ്റ്റേ ലൈക്ക് 15 minutes away. ഞാൻ വിചാരിച്ചു ഞാൻ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു ഫുഡ്, ഒരു ഡിഷ് ഉണ്ടാക്കി. ഇതിപ്പോൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും. എന്തായാലും ഇതിൻ്റെ ഫുൾ വെർഷൻ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം, നിങ്ങളിത് മൊത്തം കാണണം കേട്ടോ. അതുപോലെ തന്നെ അശ്വിനെ ഇവർ അൺഫോളോ അടിച്ചിട്ടുണ്ട്. അശ്വിനും ഇവരും പരസ്പരം ഫോളോ ചെയ്യുന്നില്ല. നേരത്തെ ഇവർ ഫോളോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, ഫേക്ക് പീപ്പിൾ ട്രൈ ടു ഫിറ്റ് ഇൻ വിത്ത് എവരി വൺ, റിയൽ പീപ്പിൾ ഡോണ്ട് എന്നുള്ള രീതിയിലാണ്. അതെനിക്കിപ്പോൾ തോന്നുന്നത് ഏകദേശം ഈ പറയുന്ന ആഹാരെ തന്നെ ഉദ്ദേശിച്ചിട്ട ഒരു പോസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല, കല്യാണ സമയത്ത് ആണ് ഇവർ മിണ്ടാൻ തുടങ്ങി. അതിന് മുമ്പ് കുറച്ച് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല, അതേണ്ടേ ഇതാണ് അഹാനയുടെ അക്കൗണ്ട്. ഈ അക്കൗണ്ട് 3 million ഉണ്ട്. ഫോളോയിങ് തന്നെ 1756 അതിൽ ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക അശ്വിൻ്റെ പേരടിച്ച് നോക്കിയപ്പം ആ ഒരു പേരേ ഇല്ല. നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അശ്വിൻ്റെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ ദിയയുടെ ഈ ഒരു പോസ്റ്റും തമ്മിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമല്ലോ. ഇതാണ് അശ്വിൻ്റെ അക്കൗണ്ട്. ഇതിനകത്താണെങ്കിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു വേണ്ട, അതവിടെ ഇരിക്കട്ടെ, നമുക്ക് എപ്പോഴെങ്കിലും സംസാരിക്കാം അതിനെക്കുറിച്ച്. എന്തായാലും നമുക്ക് അമ്മൂമ്മയുടെ ഒരു സ്നേഹം, ആ ഓണത്തിന് ഒരു കൊച്ചുമകൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾ മൊത്തമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം കത്തും എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള രീതിയിൽ. നമുക്ക് അതിലോട്ട് പോയിട്ട് ബാക്കിയിലോട്ട് നമുക്ക് വരാം. 1 minute ഇതെല്ലാവരും ഒന്ന് കാണും. പിന്നെ അതുപോലെ തന്നെ തൻവിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, തൻവിയെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ. പിന്നെ ഹൈപ്പും കൂടെ കൊടുത്തു. നിങ്ങളുടെ അഭിപ്രായം അതുപോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ് ചെയ്തിട്ട്, ഫേസ്ബുക്കിൽ കാണുന്നവരും ഫോളോയും കൂടെ ചെയ്തിട്ട് എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങളിരുന്നൊന്ന് കാണാൻ എങ്ങനെയൊക്കെ മനുഷ്യരെ പറ്റിക്കാം എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു വീഡിയോ. ഓണം ആയത് കാരണം നമ്മുടെ സദ്യയിലത്തെ ഒരു ഐറ്റം ഉണ്ടാക്കാന്ന് വെച്ചാൽ ഐ തോട്ട് ഐ മേക്ക് ഓലൻ ബിക്കോസ് ഐ ലവ് ദ ടേസ്റ്റ് ഓഫ് ഓലൻ. ഓക്കെ, 15 minute എങ്ങാണ്ടേ ഉള്ളൂ അവിടെ നിന്ന് അമ്മൂമ്മ എടുത്തിട്ട് വീട്ടിലോട്ട് പോകാൻ. 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പാവം ഓലൻ ഉണ്ടാക്കിക്കൊണ്ട്, സാധാരണ എല്ലാവരും പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോവുകയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ചേച്ചി ആ ഓലൻ ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണും നിങ്ങൾ. ഞാൻ ഇതുവരെ ഓലൻ ഉണ്ടാക്കിയിട്ടില്ല. ആസ് യു നോ ഐ എം നോട്ട് എ ഗ്രേറ്റ് കുക്ക്, സോ ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് ഓലൻ, ബട്ട് ഐ വോണ്ട് ടു നോ എങ്ങനെയാണ് ഓലൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ വെച്ച് ഞാൻ ഓലൻ ഉണ്ടാക്കി അമ്മൂമ്മയ്ക്ക് കൊണ്ടുപോയി സർപ്രൈസ് ചെയ്യാം. ഐ തിങ്ക് വെൻ ഐ ഗിവ് ഇറ്റ് ടു ഹർ, ഇഫ് ദി ഓലൻ കംസ് ഔട്ട് ഗുഡ്, ഐ ഡോണ്ട് തിങ്ക് ഷി വിൽ ബി സർപ്രൈസ്ഡ്, ഷി വിൽ ബി ഷോക്ക്ഡ്, കാരണം ഞാൻ കുക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ അമ്മൂമ്മ ഞെട്ടും. ഇത് നന്നായിട്ട് വന്നാൽ ഇങ്ങനെ അയ്യോ ഞാൻ ഉണ്ടാക്കിയതാണോ എന്ന് വിചാരിച്ച് അമ്മൂമ്മ മിക്കവാറും ഞെട്ടും. അപ്പോൾ നമുക്ക് ഈ ഡയലോഗടി ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഓലൻ ഉണ്ടാക്കിയാലോ? കം ഓൺ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് കുക്കിംഗ്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് എൻ്റെ റെസിപ്പി ഒന്നും അല്ല, നമ്മുടെ വീട്ടിലാക്കുന്ന അപ്പച്ചിയാക്കുന്ന റെസിപ്പിയാണ്. അപ്പച്ചിക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ അവരുടെ വീട്ടിലാക്കുന്ന റെസിപ്പി അപ്പച്ചി എടുത്ത് പറഞ്ഞു കൊടുത്ത് അതാണ് വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ അതിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പിയാണ്. ബട്ട് ദിസ് ഇസ് ഇൻഫാക്ട് എ വെരി സിംപിളർ വേർഷൻ ഓഫ് ദാറ്റ്. കാരണം ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ യൂഷ്വലി വീട്ടിലുണ്ടാക്കുമ്പോൾ, കാരണം പ്രമോഷനാണ് കേട്ടോ പുള്ളി ഉദ്ദേശിക്കുന്നത്. പായസമാണെങ്കിൽ ശർക്കര അത് ഇത് മറ്റേത് മറിച്ചത് ആകുമ്പോൾ ഭയങ്കര തൊല്ലയാണ്. അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എന്തായാലും ആ കാഞ്ഞ ബുദ്ധിയാണ്. അടിപൊളി. അമ്മമ്മയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തൊരു കൊച്ചുമോളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണാം. ബാക്കി കൂടെ കേൾക്കാം. കുറച്ചും കൂടി ഐറ്റംസ് ഇതിൽ വരാറുണ്ട്, ലൈക്ക് നീണ്ട പയർ എന്നുള്ളത്. ഇത് എന്നെ പോലത്തെ ബിഗിനേഴ്സിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓലൻ റെസിപ്പിയാണ്. സോ കം ഐ ടെൽ യു ദി ഇൻഗ്രീഡിയൻസ്. ഫസ്റ്റ് ഒബ്വിയസ്ലി ദിസ് ഇസ് കുമ്പളങ്ങ. നമ്മുടെ ഗാർഡനിലുണ്ടായ കുമ്പളങ്ങയാണ്. പച്ചക്കറി കണ്ടല്ലേ, ഫ്രഷ് ഫ്രം ദ ഗാർഡൻ. റംബുട്ടാനും ഡ്രാഗൺ ഫ്രൂട്ടും മാത്രമൊന്നും അല്ല. ദെൻ ദിസ് ഇസ് വൺ പയർ. ഈ വൺ പയറിനെ ഒരു വിസിലിന്റെ അളവിന് വേവിച്ച് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആൻഡ് വെൻ ഐ എം മേക്കിംഗ് ദി പ്രൊമോഷൻ അല്ലേ, അപ്പൊ എല്ലാം നേരത്തെ സെറ്റ് ചെയ്യുമല്ലോ. ഓക്കെ, മനസ്സിലായി. ആക്ച്വൽ ഓലൻ ഒരു വിസിലിനും കൂടി വേണ്ടിയിട്ട് കുക്ക് ചെയ്യും. സോ ദാറ്റ്സ് വൺ പയർ. ആൻഡ് ദിസ് ഇസ് ഗ്രീൻ ചില്ലി. ദിസ് ഇസ് കരിവേപ്പില. കരിവേപ്പില ഇസ് ഓൾസോ ഫ്രം our garden. This is വെളിച്ചെണ്ണ, coconut oil, and this is salt. വീട്ടിലെ തെങ്ങായിരിക്കും. Salt is Himalayan rock salt. That's why it's a bit pink. ഇത് നമ്മുടെ തേങ്ങാപ്പാലാണ്. This is രണ്ടാം പാല്. And this is തേങ്ങാപ്പാല്, ഒന്നാം പാല്. അപ്പം ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു കുക്കറുണ്ട്, ഒരു സ്പൂണുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആൻഡ് ഞാൻ ഇതിന് V-Guardന്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. യു നോ, ജെന്യുവൻലി ഐ റിയലി അപ്രീഷിയേറ്റ് എ ഗുഡ്. മനസ്സിലായി. റിയലി അപ്രീഷിയേറ്റ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്. കാരണം ഐ ഫീൽ ലൈക്ക് ഇറ്റ് മേക്സ് സോ മച്ച് ഡിഫറൻസ് ഇൻ കുക്കിംഗ്. കാരണം ഇതിൽ എനിക്ക് സ്പെസിഫിക്കലി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ
ഇറ്റ്സ് റിയലി ലൈറ്റ് വെയിറ്റ്. ഫെദർ ടച്ച് ആണ് ഇതിന്റെ ബട്ടൺസ് എല്ലാം, ഫെദർ ടച്ച്. അന്ന് ഇതൊക്കെ കണ്ടിട്ട് കുറെ എണ്ണയൊക്കെ ചെന്നിട്ട് എൻ്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഇതുപോലുള്ള കൊച്ചുമക്കളെയൊക്കെ കിട്ടാൻ വേണ്ടി തപസ് ചെയ്യണം. ഞങ്ങൾക്ക് ഇതുപോലൊരു മകളെ ഉണ്ടായില്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ സമയത്തുണ്ടായിരുന്നു. നമുക്ക് പഴയ കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കണമായിരുന്നു. ഓ ഗൈസ്, ഓക്കെ, കാണിക്കൂ. ബട്ടൺസ് ആണ്, പിന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ദാറ്റ് മേക്സ് ഇറ്റ് സൂപ്പർ ഈസി ആൻഡ് ഹാസൽ ഫ്രീ വൈൽ കുക്കിംഗ് ആൻഡ് ഓൾസോ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. സോ ഐ റിയലി ലൈക്ക് ദിസ്. ക്ലീൻ ചെയ്യാൻ സിമ്പിൾ ആണ്. അതെന്തായാലും നമ്മൾ തുണി എടുത്തിട്ട് നമ്മൾ തന്നെ തുടയ്ക്കേണ്ടത്. This one. So come, let's get cooking. പായസം ആണെങ്കിലോ കരിഞ്ഞു പോയാനെ. അതുകൊണ്ട് ഓലൻ ഉണ്ടാക്കി അമ്മൂമ്മ പറ്റിച്ചു. അടി കൂടെ ഒരു ഷോട്ട് വേണമായിരുന്നു. ക്യാമറയൊക്കെ എടുത്തിട്ട് എൻ്റെ ഇങ്ങനെ ഒരു ഷോട്ടൊക്കെ കൊടുക്കാൻ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്ത് തന്നെ. പ്രഷർ കുക്കർ ഇതിനകത്ത് വർക്കാവൂ? എന്തായാലും പറ്റീരല്ലേ. വൻവയറൊക്കെ അതുപോലെ ഇരിപ്പുണ്ട്. ഫ്രഷേ. നല്ല ചൂടുണ്ട്. ഒരു മിനിറ്റ്. അവിടെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ സാധനം ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചാ? ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്നൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. എല്ലാം പറ്റീരല്ലേ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചേച്ചി വണ്ടി എടുക്ക്, ഞാൻ ഓണാക്കട്ടെ. അമ്മൂമ്മയുടെ വീട്ടിൽ പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ ഫീൽ ലൈക്ക് ഷീസ് ഓൾവേസ് റിയലി എക്സൈറ്റഡ്. കാരണം ഒന്നല്ല 2 സർപ്രൈസസ് ഉണ്ട്. എടി വസന്തേ, നിന്നെ ഞാൻ ഇവിടെ കണ്ടുപോകരുത്. എന്റെ കല്യാണത്തിന് വന്ന എടി വസന്തേ. ഫസ്റ്റ് വൺ ഇസ് ഓഫ് കോഴ്സ് ദി ഓലൻ, ആൻഡ് ദി സെക്കൻഡ് സർപ്രൈസ് ഞാൻ അമ്മൂമ്മയ്ക്ക് വേണ്ടി ഒരു ഓണം ഗിഫ്റ്റ് കൊണ്ടുപോവാണ്. വീഗാർഡിന്റെ ഒരു ഗ്യാസ് സ്റ്റവ്. ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ. വീഗാർഡിന്റെ ഒരു ഗ്യാസ് സ്റ്റവ്. എന്നാ പ്രൊമോഷൻ എൻ്റെ പൊന്നു മോളെ. കുറഞ്ഞ ഒരു 2-3 ലക്ഷം രൂപ കിട്ടിക്കാണുമായിരിക്കും. അതിന്റെ ഒരു ഇതായിരിക്കാം. അടിപൊളി ഗ്യാസ് സ്റ്റവ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അപ്പൊ അമ്മയ്ക്ക് ആക്ച്വലി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്ത് കൊടുത്താൽ തന്നെ ഷീ ബി ലൈക്ക് സോ ഹാപ്പി. ഷീ ബി ലൈക്ക് യു താങ്ക് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ഇപ്പം തിരിഞ്ഞു പോലും നോക്കത്തില്ല, ഉള്ള കാര്യം തുറന്നു പറഞ്ഞാലോ. ഒബ്വിയസ്ലി ഒരു വലിയ ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അമ്മൂമ്മ മറ്റേ പറക്കും. അങ്ങനെ അപ്പം ആക്ച്വലി ഐ തിങ്ക് അമ്മൂമ്മ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനലിൽ വരുന്നത് അല്ലേ? I mean, I'm sure you guys are really familiar with my grandmother, most of you at least. എൻ്റെ അമ്മയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർ കുറച്ച് ഫെമിലിയർ ആയിരിക്കും. കാരണം അമ്മയുടെ പല വീഡിയോസിലും വ്ളോഗ്സിലും ഒക്കെ my grandmother is like been there. But yeah, I mean, this is her official debut on my YouTube channel. എന്തായാലും ഗ്രാൻഡ് ഡെബ്യൂ ആണല്ലോ, ഗിഫ്റ്റും അതും ഇതൊക്കെയുണ്ട്. അപ്പം എന്തായാലും അമ്മൂമ്മയ്ക്ക് ഈ പ്രാവശ്യം മറ്റേ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും മറ്റേ കറിയും എല്ലാം പായസവും ഒക്കെ നല്ല പുതിയ ഗ്യാസ് സ്റ്റവിൽ ഉണ്ടാക്കാം. അപ്പോൾ അമ്മൂമ്മയുടെ വീടെത്തിയിട്ട് ഞാൻ അവിടുത്തെ കലാപരിപാടികളും അവിടുത്തെ കലാപ്രകടനങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു 5 മിനിറ്റ്സിലെത്തും. we're almost there. So come on, let's go. തുടക്കം തന്നെ ഇതെല്ലാം പൊക്കിയെടുത്തോണ്ട് വരുന്ന ആ ഒരു കഷ്ടപ്പാടെ. എന്തായാലും ഓണത്തിന് അമ്മൂമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട്. ഓക്കെ, സ്റ്റവ് അകത്ത് കൊണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ രണ്ടും കൈ പോകും. അല്ലെങ്കിൽ ക്യാമറമാനോട് പറയാൻ പറ്റായിരുന്നു. വേണ്ട, ക്യാമറ എടുക്കണമല്ലോ. ഞാൻ എന്തിനു മണ്ടന.
ഒരു മിനിറ്റ്. അവിടെ തോണ്ടിരിക്കുന്ന സ്റ്റൗ ഓടിപ്പോണ്ട്. ഓക്കെ, ഇനി എന്താ പറയുന്നത് നോക്കട്ടെ, ഇനി കേക്കട്ടെ. ലാഗ് അടിപ്പിക്കുന്നില്ല, കുറച്ചും കൂടെ നീട്ടട്ടെ. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് മോനെ, ശരിക്കും നല്ല ടേസ്റ്റ്. എന്നിൽ നിന്ന് ഇങ്ങനൊരു പെർഫോമൻസ് അമ്മ പ്രതീക്ഷിച്ചിരുന്നു? തികച്ചും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലതായിട്ട് മോനെ. തുറന്നാത്തത് പറയുന്ന ഇതൊക്കെ സ്വർഗമല്ലേ? ഓക്കെ, ഇതുണ്ടാക്കുന്ന ഓലം പോലെ തന്നെ ഉണ്ടോ ടേസ്റ്റ്? ഓലം പോലെ തന്നെ ഉണ്ടോ? നീ ഇപ്പൊ പിന്നെ എന്താ ഉണ്ടാക്കിയത്? കറക്റ്റ്, നല്ലതായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കണം. താങ്ക് യു. അമ്മ എത്ര നന്നായിട്ട് ഓലം വയ്ക്കാറുണ്ടോ? അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നല്ലതായിട്ട് ഓലം വയ്ക്കാറില്ല. പാരമ്പര്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കണ്ടുപിടിച്ച് എന്തൊക്കെയായിരുന്നു മുമ്പ് ഡയലോഗ് അടിച്ചത്? ഞാൻ ഓരോ വ്യക്തികളോട് ചോദിച്ച് മനസ്സിലാക്കിയെന്നല്ലേ? കൊള്ളാം. ഓലം മാത്രം അറിഞ്ഞൂടാ. ഞാനങ്ങനെ ഓലൊന്നും വയ്ക്കാറില്ല. ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൂന് കൊടു. ശരി, അവൻ ടേസ്റ്റ് ചെയ്തോക്ക്. തുണിയിലൊന്നും വീഴാതെ കഴിക്കേ. അതെ, നല്ല ടേസ്റ്റ്. കൊള്ളാവോ? കറക്റ്റ് ആണോ ടേസ്റ്റ്? അങ്ങനെ പറയണം. അല്ല, ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്ത് പഠിക്കുന്നത് നല്ലത് തന്നെ. പിന്നെ എനിക്ക് ഈ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ എനിക്ക് വീഡിയോ ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. എല്ലാവർക്കും മനസ്സിലായി, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി, നാട്ടുകാർക്ക് മൊത്തം മനസ്സിലായിട്ടുണ്ട്. പറ. അമ്മ എന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്ത്. പക്ഷെ കൊള്ളാല്ലേ? കൊള്ളാം, നല്ല ടേസ്റ്റ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ആദ്യത്തെ സർപ്രൈസ്. ആക്ച്വലി എനിക്ക് ഒരു സർപ്രൈസും കൂടി ഉണ്ട് അമ്മയ്ക്ക്. അത് അമ്മ ഇതിനോടൊക്കെ കണ്ടു കാണും. ഞാൻ കാരണം ഒരു ജമങ്കൻ സാധനം തൊട്ടപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് അമ്മയ്ക്കൊരു ഗ്യാസ് സ്റ്റവ് കൊണ്ടുതരാം. സാധാരണ മറ്റേ കമ്മലും മാലയൊക്കെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഡയമണ്ട് കമ്മല വാങ്ങി തന്നെ. ഇപ്പൊ ഗ്യാസ് സ്റ്റവ്, ഈ കാർഡിന്റെ ഗ്യാസ് സ്റ്റവ് നല്ല വലിയ അടിപൊളി ഗ്യാസ്. അടിപൊളി. ഈ പ്രാവശ്യം ഈ ഗ്യാസ് സ്റ്റവിലാണ് ഓണത്തിന്റെ കുക്കിംഗ് എല്ലാം ചെയ്യാൻ പോകുന്നത്. ഇത് അമ്മ അപ്പൊ ഇതില് പായസം ഉണ്ടാക്കിയിട്ട് ഓണത്തിന് കൊണ്ടുവരണം. നമുക്ക് അമ്മയുടെ ബ്ലോഗിൽ കാണിക്കാം. അപ്പൊ ഇതിൽ പായസം ഉണ്ടാക്കി സന്തോഷമായി. ഓണത്തിന് ഗിഫ്റ്റ്. അപ്പൊ ഇനി എല്ലാ ഓണത്തിനും നമുക്കൊരു ഗിഫ്റ്റ് ആക്കാം. ഓണത്തിന് ഗിഫ്റ്റ് ആക്കാം. ആക്ച്വലി അമ്മൂമ്മയും അപ്പനും എന്റെ ചാനലില് ആദ്യമായിട്ടാണ്. അപ്പൊ ഈ പുള്ളി ഇരുന്ന് സംസാരിക്കുന്നത്, അതായത് അഹാൻ ഇരുന്ന് സംസാരിക്കുന്നത്, പുള്ളി അതിനൊന്ന് മൂളി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും നല്ല അടിപൊളി പ്രൊമോഷനായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് കുറേ എണ്ണം കടന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുത്തി ഇൻസ്റ്റയിൽ വന്നിട്ട് പറയുന്നത് കുറേ യൂട്യൂബേഴ്സൊക്കെ ഇരുന്ന് ഇങ്ങനെ കൊണ അടിക്കുന്നുണ്ടല്ലോ എന്നും. നിൻ്റെയൊക്കെ വീട്ടിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഈ ഒരു വിഷയം സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ അതും സംസാരിച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇച്ചിരി എന്താ വൃത്തിയുടെ കാര്യത്തിൽ ഈ അമ്മൂമ്മയുടെ കൂട്ടൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ കിടന്ന് വൃത്തിയോടാണെങ്കിൽ വീട്ടിൽ കിടന്ന് ബഹളം പോകും. ചിലപ്പോൾ അപ്പുറത്തുള്ളവർ കേൾക്കും, ഇപ്പുറത്തുള്ളവർ കേൾക്കും. ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ എൻ്റെ കാര്യങ്ങൾ അതങ്ങനെയാണ്. ഇപ്പോൾ ഈ പ്രായം ചെന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ അഹാനെ സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ അമ്മൂമ്മ തെറി പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പ്രായം ചെന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ. എത്ര പറഞ്ഞാലും അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഇടാനേ അവർ നോക്കത്തുള്ളൂ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ മൊത്തത്തിൽ നാറി. ഇപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ അഭിനയമാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് തന്നെ എല്ലാവരോടും ഒരു ഹാപ്പി ഓണം പറഞ്ഞു. എല്ലാവർക്കും അഹാനയുടെ അമ്മൂമ്മയുടെയും അപ്പൂപ്പൻ്റെയും കണക്കായിട്ടുള്ള ഹാപ്പി ഓണം. ഇത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗം കൂടെ ഒന്ന് നമുക്ക് ഓടിച്ചിട്ടൊന്ന് കേൾക്കാം. എല്ലാം ഐ എം ജെന്യുവൻലി സോ ഹാപ്പി ദാറ്റ് ഈ വർഷത്തെ ഓണത്തിന് എനിക്കിങ്ങനെ വീഗാർഡായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയത്. കാരണം ദിസ് ഹോൾ ആക്ടിവിറ്റി ഈ ഓലൻ ഉണ്ടാക്കുന്നത്, അമ്മൂമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത്, അമ്മൂമ്മയ്ക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ആൻഡ് ഓൾസോ ആദ്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ കുറേ ഓണം മെമ്മറീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, ഇറ്റ് വാസ് ഓൾ ഭയങ്കര സന്തോഷമുള്ള, ഭയങ്കര ഒരു ഗോയിങ് ഡൗൺ ദ മെമ്മറി ലൈൻ. നമുക്ക് പണ്ട് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്ന കുറേ ഇമോഷൻസ് ഒക്കെ ഫീൽ ചെയ്യും. ഈ ടീമാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഓണം, ഈ അശ്വിനുമായിട്ടുള്ള ഓണം അവരെവിടെ പോയത്? ഹോട്ടലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, എന്താ പറയുക, തിരുവോണത്തിന് ഞങ്ങൾ സാധാരണ ഇങ്ങനെ പുറത്തു നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു വീഡിയോ വേണമെങ്കിൽ വേണ്ട, വെറുതെ ഇതാക്കണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ മുമ്പത്തെ ദിവസം എല്ലാം കൂടെ പെറുക്കിയൊക്കെ വെച്ച് നമ്മുടെ സമയം കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഇതുപോലെ ഇങ്ങനെ ഓണം ഉണ്ടും ഇതൊക്കെ ഉള്ളൊരു എൻ്റെ പൊന്നെ കൃഷ്ണകുമാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതും കൂടെ വെച്ചാൽ എല്ലാം കൂടെ വൈറലായി പോകും. എന്തായാലും നമ്മുടെ പെർഫോമൻസ് എന്തായാലും കൊള്ളാം, ഫീൽ ചെയ്യാൻ എനിക്ക് പറ്റി ഇതിലൂടെയൊക്കെ. ഓക്കെ, അപ്പം ഐ എം സോ ഹാപ്പി ദാറ്റ് വി ഗോട്ട് ടു വർക്ക് വിത്ത്. ഞാൻ പറയുന്നതുകൊണ്ട് മുഖത്ത് നോക്കുന്നില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട് ചേച്ചിയുടെ അഭിനയം കാര്യങ്ങളൊക്കെ? പൊളിച്ചെടുക്കുന്നില്ലേ? വി ഗാർഡൻ ഡു ഓൾ ദിസ് ബിക്കോസ് ഇറ്റ് വാസ് റിയലി ഫൺ. നിങ്ങളെല്ലാവരും വി ഗാർഡൻ്റെ ഫേസ്ബുക്ക് പേജ് ചെക്ക് ചെയ്യണം.
അപ്പോൾ I want to wish you all a very പേജും കൂടെ കാണിക്കാമായിരുന്നു. very happy ഓണം. ഓക്കെ ഗൈസ്, ബൈ, ലവ് യു ഓൾ ഗൈസ്. നമ്മളും ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് അങ്ങ് പറയുക. ഇതൊക്കെ കാണണം ഈശ്വര, ഇതൊക്കെ കാണണം.